ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളാണ് കാണിച്ചത്. ഇതാണ് എൻ്റെ വീട്ടിൽ പുറത്തും കുറേ ഇരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അകത്തുള്ളത് കാണിച്ചത്. ഇത് 10 മണിയുടെ വരെ ഇതാണ് ബോഗൻവില്ല. ഇത് ആമസോൺ ബ്ലൂ ബൊട്ടാണിക്കയുടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിലിപ്പോൾ പൂവൊന്നും ഉണ്ടാകുന്നില്ല. ഇത് നമ്മൾ ബൊട്ടാണിക്കൽ ഗാലറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിലിങ്ങനെ ഇതൊക്കെ വരും. ഇത് നല്ല ഭംഗിയുണ്ട്, കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് റോസയാണ്. ഇതെൻ്റെ അമ്മ തളിര് വരാൻ വേണ്ടി കെട്ടിയിട്ടതാണ്. ഇത് ബോഗൻവില്ലയാണ്. ഇത് പൊട്ടാൻകര വിപണിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നല്ല പൂവൊക്കെ പൂക്കുക. ഇത് പിച്ചി, ഇത് മുളക്. ഇത് ഒരു ചെടിയാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. ഒരു പീച്ച് പിങ്ക് ഒക്കെ കളറുള്ളത്. ഇതിൻ്റെ പേരാണ് ബാൽസ്യം. ഇത് മഞ്ഞ അരിപ്പൂവാണ്. ഇത് വെള്ള അരിപ്പൂവാണ്. ഇത് നമ്മൾ കൊണ്ടുവന്നപ്പോൾ പൂത്തുന്നതാണ്. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് അത് വളർന്ന് വന്നതായി ഇതുവരെ വന്നു. അപ്പോൾ ഇത് വളർന്നു വരുന്ന വരെ ഇതിൽ പൂക്കളൊന്നും. ഇത് റെഡ് കളർ ബാസ്റ്റ്. ഇത് നമ്മൾ മുട്ടാനിക്കര വാൽഡറിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ പേര് മാസ്ട്രോമ, ഇതിൻ്റെ പേര് വെള്ള റോസ. ഇന്ന് ഞാൻ വെളിയിലുള്ള കുറച്ച് ചെടികളുണ്ട്. ഇത് നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ്. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ വലുതാവും. ഇത് നമ്മുടെ തുളസി. ഈ നമ്മുടെ കൃഷ്ണ തുളസി. അപ്പുറത്ത് പോലെ വെച്ചിരിക്കുന്ന ആ ചെടി നമ്മൾ ഈ ഇതിൽ വെച്ചിട്ടുണ്ട്. നല്ല വലുതാവും. ഇതാ ഇത്രയും ഉണ്ടായിരിക്കും ചിലപ്പോൾ. ഇത്രയും ചെടികളാണ് എൻ്റെ വീട്ടിലെ പറഞ്ഞത്. ഈ ചെടികളുടെ പേരൊന്നും എനിക്ക് കൂടുതൽ അറിയാം. ഞാൻ പറയുന്നു, ഈ ചെടിയെ നമ്മൾ ഈ നാട്ടിൽ നങ്ങാനാറി എന്ന് പറയും. ഇതിൻ്റെ മഞ്ഞയും ഇതിൻ്റെ ഓറഞ്ചും ഉണ്ട്. ഇതിൻ്റെ താഴെ തന്നെ ഒരു മഞ്ഞ ജമന്തി വളർന്നിട്ടുണ്ട്. ഇതൊക്കെ മാങ്ങാന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബ്ലൂ കളർ ഹൈഡ്രാഞ്ചിയാണ്. ഇത് നമ്മുടെ ഓറഞ്ച് കളർ പാൽസി. ഇതിൻ്റെ പേര് വാടാമല്ലി. ഇത് കാണുമ്പോൾ ഈ താമരയൊക്കെ പോലെ ഇരിക്കും. പിന്നെ ഇത് പിങ്ക് കളർ പാൽസ്യം. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു മുട്ടായി കിട്ടി. ഇത് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കയ്യിൽ വെച്ചുകൊണ്ട് കറിയായിരിക്കും തൊണ്ടേ പിന്നെ പോകും. ഇത് പിങ്ക് കളർ പിങ്കാ റോസാണ്. കയ്യിൽ ഓറഞ്ച് കളറും മഞ്ഞ കളറും മങ്ങാറിയുണ്ട്. നമ്മൾ വിത്തിട്ടേൽ മഞ്ഞ മാത്രമേ മുളച്ചുള്ളൂ. ഇതാണ് നമ്മുടെ റെഡ് കളർ വിങ്കാ റോസ്, വൈറ്റ് കളർ വിങ്കാ റോസ്. ഇതിൽ വൈറ്റ് കളർ മുട്ടൊന്നും വന്നിട്ടില്ല. ഇത് നിത്യ വൈദ്യമാണ്. നമുക്ക് നടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ചാക്കിൽ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാലോ മിക്കവാറും. ഇത് നമ്മുടെ കോവലാണ്. ഇത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. ഇത് പയറാണ്. ഈ പയർ മുളച്ച് തുടങ്ങിയത് ഗായ്സ്.